ഗൈസ് ഇതാണെന്ന് വെച്ചാൽ ഇവരിൽ ഇറങ്ങി ഗണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുത്തനെ ഫിനിഷ് ചെയ്തു. അതായത് നോക്കിട്ട് അപ്പം തന്നെ അവന് ഫിനിഷ് ചെയ്തു. ഓന് കൊടുക്കണ പെർഫെക്റ്റ് റിവെഞ്ചാണ് ഈ മാച്ച്. ഗൈസ് ഒന്ന് കണ്ടിട്ട് ഡിസർവിങ് ആണ് തോന്നുന്നത് വെച്ചാൽ സബ് സപ്പോർട്ട് ചെയ്യാം. ഗൈസ് ഇവിടെ നിന്നാണ് അവന് പെർഫെക്റ്റ് റിവെഞ്ച് കൊടുക്കണേ, അതും ഗ്രാനേഡിൽ. അവൻ അവിടെ തൊട്ട ഫ്രണ്ടിൽ ആ കോമ്പൗണ്ട് കാണുന്നത് അതിൻ്റെ ഉള്ളിലുണ്ട്. അവനാണെന്ന് വെച്ചാൽ അവിടെ റൈറ്റ് സൈഡിൽ അവിടെ ക്യാമ്പ് ചെയ്തൊക്കെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഒരു ഗ്രാനേഡ് കുക്ക് ചെയ്ത് നേരെ അവനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തി. അവനാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറിയതുമില്ല, നേരെ ആ ഗ്രാനേഡ് അവന് കിട്ടും ചെയ്ത്. അവനെ അവിടെ നോക്കുകയും ചെയ്ത്. നോക്ക് വീണപ്പോൾ തന്നെ അവൻ ഗിവപ്പ് അടിക്കുകയും ചെയ്ത്. ഗൈസ് പിന്നെ എല്ലാവരും ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുന്നത് സപ്പോർട്ട് ചെയ്യാം. ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു മുന്നേറ്റത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെയാണ് ഒരു 1v3 തന്നെ. ഇവൻ്റെ ഇറങ്ങി നേരെ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ മിക്സിൻ്റെ അവിടെ ഒരു ഫയർ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അവൻ അടിച്ചതിൻ്റെ വെച്ചാൽ അവൻ്റെ ടീമേറ്റ് ലെഫ്റ്റ് സൈഡിൽ അവനെ അടിച്ച്. ആ കഴിഞ്ഞപ്പോൾ എൻ്റെ ടീമേറ്റ് അവിടെ റൂഫിൻ്റെ മേലെ കയറി. റൂഫിൽ അവന് മനസ്സിലായില്ല എവിടുന്ന് അടി വരുന്നത്. നേരെ നോക്കിയപ്പോൾ റോക്കമാൻ്റെ ബാക്കിൽ അവൻ ക്യാമ്പിൽ അവൻ അപ്പം തന്നെ ഫിനിഷാക്കി കിട്ടി. അവൻ ചാവും പറഞ്ഞുകൊണ്ട്. പിന്നെ ഗൈസ് ഇവിടെ 2 നോക്ക് ഉണ്ട്, പക്ഷെ അത് എനിക്ക് ഫിനിഷ് കിട്ടുന്നില്ല. കാരണം ഫോണ് വന്നുകൊണ്ടിരിക്കുക. അവന്മാരാണെന്ന് വെച്ചാൽ റഷ് ചെയ്യാനും കഴിയില്ല. പിന്നെ അവന്മാരാണെന്ന് വെച്ചാൽ ഫുള്ള് സ്മോക്ക് ചെയ്ത് അവിടെ 2 പേരാണെന്ന് വെച്ചാൽ അവന്മാരെ ടീമേറ്റ് അവിടെ നിന്ന് റിബാക്കി വിട്ട് തന്നെ അവന്മാരെ സോൺ ഔട്ടിൽ കിടന്ന് നോക്കാൻ ചെയ്തിട്ട് ആ കില്ല് വെച്ച് വേസ്റ്റ് ആവാൻ ചെയ്ത്. പിന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെ ടീമേറ്റിനെ ഒരുത്തൻ ഫിനിഷാക്കി ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ നേരെ റൂഫിൽ കയറി അവനടിച്ച് അവിടെ ഒരു 1v2 കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.